ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. CPMന്റെ കുറുക്കിക്കൊള്ളുന്ന ചില ചോദ്യങ്ങളുമായാണ് അദ്ദേഹം ഇത്തവണ എത്തിയിരിക്കുന്നത്. ഒരു ബാങ്കിൽ നിന്ന് അതിന്റെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് പണം കൊണ്ടുപോകാൻ പോലും പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കേരളത്തിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണത്തിന്റെ ഉരുപ്പടി അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരനല്ലാതെ ഒരു പ്യൂണിനെ പോലും കൂടെ കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചില്ല. അതെന്തുകൊണ്ട്? അപ്പോൾ തന്നെ അതിനിടയിലുള്ള കള്ളക്കളി വ്യക്തമാണ്. അതിന്റെ മുകളിലിരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അറിയാതെ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക? എന്തായാലും കള്ളന്മാർ കപ്പലിൽ തന്നെയാണെന്ന് പണ്ടേ കോൺഗ്രസുകാർ പറഞ്ഞതാണെന്നും കള്ളന് കഞ്ഞി വെക്കുന്നവനാണ് കേരളം ഭരിക്കുന്നതെന്നുമാണ് സണ്ണി ജോസഫ് പറയുന്നത്. ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ മേഖലയുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ചെന്നൈയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോയത്? പദയാത്രയായിട്ടാണ് കൊണ്ടുപോയത്. വിമാനത്തിലോ ട്രെയിനിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വണ്ടിയിലോ? സാധാരണ നമ്മൾ കാണുന്ന ആളുകൾ, വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സാധാരണ ബാങ്കിലെ പൈസ കൊണ്ടുപോകാൻ, ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിൽ നിന്ന് അതിന്റെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് മണി ട്രാൻസാക്ഷൻ, ട്രഷറിയിൽ നിന്ന് പണം കൊണ്ടുപോകാൻ പോലീസിന്റെ എസ്കോർട്ടിലല്ലേ കൊണ്ടുപോകുന്നു? പോലീസിന്റെ എസ്കോർട്ടിലല്ലേ? ശബരിമലയിൽ ഇത്ര കോടിക്കണക്കിന് രൂപ വിലയുള്ള കിലോ കണക്കിന് സ്വർണത്തിന്റെ ഉരുപ്പടി കൊണ്ടുപോകുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരനല്ലാതെ ഒരു പ്യൂണിനെ പോലും കൂടെ കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചില്ല. അപ്പൊ കള്ളക്കളി വളരെ വ്യക്തമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റിന്റെ കുറ്റകരമായിട്ടുള്ള നടപടികൾ, പങ്കാളിത്തം, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കാളിത്തം. ഇപ്പൊ CPM നേതാക്കന്മാര്, പ്രമുഖരായിട്ടുള്ള മുൻ MLA, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റന്മാരെ, മുൻ MLA ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുമ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കുറ്റാരോപിതൻ മാത്രമാണ്. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാ. കള്ളന്മാർ കപ്പലിൽ തന്നെയാണ്. കള്ളന് കഞ്ഞിവെക്കുന്നവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ അതിൽ ശക്തിയായ പ്രതിഷേധമുള്ളവരാണ്. ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഏറ്റവും പ്രാധാന്യം നൽകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതുകൂടി ചർച്ചാ വിഷയമാണ്. സർക്കാരിന്റെ മറ്റ് ജനദ്രോഹ നയങ്ങൾ, ആരോഗ്യ മേഖലയുടെ പരാജയം ഞങ്ങൾ എത്രയോ തവണ നിയമസഭയിലും സമരമുഖങ്ങളിലും ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഈ അടുത്ത ദിവസമല്ലേ കൊല്ലത്തെ വേണു തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ മരിക്കുമ്പോൾ തന്റെ സുഹൃത്തിനോട് പറഞ്ഞ ഒരു സംഭാഷണം ഉണ്ടല്ലോ, നടക്കുന്ന സംഭവമല്ലേ? ഒരു നായ്ക്ക് കിട്ടുന്ന പരിഗണന. ഒരു രോഗിയായിട്ടുള്ള ഒരു വ്യക്തി ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇവിടത്തെ ജില്ലാ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തത്. ഇവിടെ നിന്ന് അദ്ദേഹത്തെ റെഫർ ചെയ്തു. പോകുന്ന വഴിക്ക് വാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ജില്ലാശുപത്രിയിൽ നിന്ന് ഒരു രോഗിയെ കൂടുതലായിട്ട് പരിശോധനയോ പരിഗണനയോ വേണ്ട, വിദഗ്ധ ചികിത്സ വേണ്ട ഒരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യുമ്പം കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ്? ആരോഗ്യ രംഗത്തെ പരാജയങ്ങൾ എന്താണ്? ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് ഞങ്ങൾ പറയുന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ രോഗിയാണ് തിരുവനന്തപുരത്ത് എത്തിയിട്ട് 2-3 ദിവസം എടുത്തിട്ടും അദ്ദേഹത്തെ ചികിത്സിക്കാനോ പരിശോധിക്കാനോ ആരും തയ്യാറായില്ല. അദ്ദേഹം ആരോടെങ്കിലും എന്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞവരൊക്കെ അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു നായയുടെ പരിഗണന പോലും കിട്ടുന്നില്ല എന്ന്. ഒരു മരിക്കാനായ വ്യക്തി പറയുന്ന ഒരു സാഹചര്യം സത്യസന്ധമായിരിക്കും. ഗവൺമെന്റ് മറുപടിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്താണ്? രോഗിയെ മകളെ ചികിത്സയ്ക്ക് കൊണ്ടുപോയ വീട്ടമ്മയാണ്, ബിന്ദുവാണ് അവിടെ കെട്ടിടം തകർന്ന് മരിച്ചത്. തിരുവനന്തപുരത്തെ ഡോക്ടർ ആരിസ്, അദ്ദേഹം ഇടതുപക്ഷ അനുകൂലിയാണല്ലോ. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? അവിടെ രോഗികൾക്ക് കയ്യിൽ നിന്ന് കാശെടുത്തെങ്കിൽ മാത്രമേ അത്യാവശ്യം വേണ്ട ചികിത്സയ്ക്കോ ഓപ്പറേഷനോ ഉള്ള സാമഗ്രികൾ വാങ്ങണമെങ്കിൽ രോഗികളെ നിർബന്ധിക്കണം എന്ന്